ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. കൊളംബസിന്റെ ശുഭദാമ്പത്യം എന്ന വിഷയത്തിൽ മൂന്നാമത്തെ പാഠം ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ള വിഷയത്തിൽ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അത് കുടുംബത്തിന്റെ ഈ സാരം അല്ലെങ്കിൽ മർമ്മം എന്താണ്, അതിന്റെ പാഴ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള രണ്ട് വശങ്ങളാണ്. അതായത് ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥയെ കേന്ദ്രമാക്കി അതിന്റെ ഭാഗമാക്കി നിർത്തുന്ന, വ്യവസ്ഥയുടെ കേന്ദ്രമാക്കി നിർത്തുന്നത് ഒന്നുണ്ടാവും. ആ കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്നവ അതിന്റെ ഭാഗമായിരിക്കും, വ്യവസ്ഥയുടെ ഭാഗമായിരിക്കും. ആ കേന്ദ്രവുമായിട്ട് ചേർന്ന് പോകാത്തവ കേന്ദ്രത്തെ വിട്ട് അത് വെളിയിലാകും, വ്യവസ്ഥ അതിനെ പുറന്തള്ളും. അതിനെയാണ് പാഴെന്ന് സാധാരണ പറയുക. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നതിന്റെ അത്തരത്തിലുള്ള രണ്ടവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് പ്രതിപാദിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഫാമിലി എസൻസ് ആൻഡ് വേസ് ആർ ടു ഓപ്പോസിറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് വിത്തിൻ എ ഫാമിലി സിസ്റ്റം. കുടുംബ മർമ്മവും പാഴും. കുടുംബം എന്ന ഏകസത്തയെ രൂപീകരിക്കുന്ന ഘടകങ്ങളാണ് സ്ത്രീയും പുരുഷനും. വ്യവസ്ഥാ നിയമം അനുസരിച്ച് ഘടകങ്ങൾ ഏകസത്തയുടെ രണ്ടു പ്രദേശങ്ങളാണ്, അതായത് രണ്ടല്ലാതെ ഒന്നിന്റെ തന്നെ രണ്ട് മുഖങ്ങളാണ്. ഘടകങ്ങൾക്ക് ഏകീഭാവം അഥവാ സിനർജി ഉണ്ടാകുമ്പോഴാണ് ഒരു വ്യവസ്ഥ തന്നെ രൂപപ്പെടുത്തുക. ഈ ഏകീഭാവം നഷ്ടമാകുന്ന അവസ്ഥയിൽ വ്യവസ്ഥയോട് അനുരൂപപ്പെടാത്ത അഥവാ പൊരുത്തമാകാത്ത ഘടകങ്ങൾ പ്രക്ഷുബ്ധതയായി അഥവാ എൻട്രോപ്പി ആയി മാറും. ആ പൊരുത്തമാകാത്തവയെ വ്യവസ്ഥ പുറന്തള്ളും. അത് പാഴെന്ന നിലയിൽ വ്യവസ്ഥയുടെ പുറം പരിസരത്ത് പോയി വീഴുകയും ചെയ്യും. കുടുംബം എന്നത് വളരെ കുറച്ച് ഘടകങ്ങൾ മാത്രമുള്ള ഒരു വ്യവസ്ഥയായിരിക്കുമ്പോൾ അതിന്റെ കേന്ദ്രമോ സാരമോ മർമ്മമോ ആയ ഒരു ഘടകത്തെ പുറന്തള്ളിയാൽ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. അതായത് സ്ത്രീയും പുരുഷനും മാത്രമുള്ള ഒരു അണുകുടുംബത്തിലെ ഒരാൾ മറ്റൊരാളോട് ചേരാതെ വരികിൽ ആ കുടുംബം ശിഥിലമാകും. അതുകൊണ്ട് തന്നെ പരസ്പരം ചേരാതെ നിൽക്കുമ്പോഴും ഒരാളെയും പുറന്തള്ളാതെ നിലനിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും വർത്തമാന സമൂഹത്തിലെ കുടുംബങ്ങൾ ശിഥിലമാകാതെ നിലനിൽക്കുന്നത്. ഇത്തരം കുടുംബത്തിന്റെ മൂലകേന്ദ്രം താനാണെന്ന് കരുതുന്ന സ്ത്രീക്കോ പുരുഷനോ അപരൻ എന്നത് പാഴായി തോന്നും. പരസ്പരം ചേരാതെ പാഴും പേറി നടക്കുന്ന ഈ വിധം കുടുംബങ്ങളാണ് ഇന്ന് സമൂഹത്തിലേറെയും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, പാഴ് എന്നുള്ളൊരവസ്ഥ. അതായത് കുടുംബം എന്നുള്ളതിനെ കുടുംബമാക്കി നിർത്തുന്നതിന് ഈ കുടുംബം എന്നുള്ള ആ അടിസ്ഥാന സങ്കല്പം മനസ്സിലുള്ള ഒരാളെങ്കിലും വേണ്ടതുണ്ട്. അയാളിലേക്ക് മറ്റൊന്നിനെ അടുപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുക. സാധാരണ ഈ തെറിച്ചു പോകാൻ സാധ്യതയുള്ളത് പൗരുഷവും, ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളത് സ്ത്രൈണതയും ആണെന്ന് നമ്മൾ നേരെ പഠിച്ചതാണ്. അപ്പോ ചേർന്ന് നിൽക്കുന്ന ആ ഒന്ന്, കേന്ദ്രമായി നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സാരം, മർമ്മം, കേന്ദ്രം എന്നൊക്കെ പറയാം. അപ്പോ ഈ കേന്ദ്രം എന്ന് പറയുന്ന ആ സംവിധാനം സ്ത്രൈണതയായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. അപ്പോ വ്യവസ്ഥാ നിയമം അനുസരിച്ച് ഘടകങ്ങൾ ഏകസത്തയുടെ രണ്ട് പ്രദേശങ്ങളാണ്. ഒരു വ്യവസ്ഥ ഉണ്ടാവണമെങ്കിൽ വ്യവസ്ഥയ്ക്ക് ഘടകങ്ങൾ ഉണ്ടാവണം. വ്യത്യസ്ത ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. അപ്പോ അതിന്റെ ഘടകങ്ങൾ അതിന്റെ ആ ഒറ്റ ശരീരത്തിന്റെ രണ്ടു പ്രദേശങ്ങളാണ്. അതായത് ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ടു വസ്തുക്കളാണെന്നാണ് നമ്മുടെ സാധാരണ രീതിയിലുള്ള സങ്കല്പം, അല്ലെ? ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോ ഒരു ഉപകരണത്തെ അയച്ചു കഴിഞ്ഞാൽ ഉപകരണത്തിന്റെ ഘടകങ്ങളെല്ലാം വെവ്വേറെ പിരിച്ചു. പിന്നെ അത് ഒരു ആ നെറ്റ് കേടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയി നെറ്റ് വാങ്ങിച്ച് തിരിച്ച് റീപ്ലേസ് ചെയ്യും. അതുപോലെ വ്യത്യസ്തങ്ങളാണ്. പക്ഷെ വ്യവസ്ഥ എന്നുള്ള രൂപത്തിലേക്ക് ആകുന്ന സമയത്ത് അതിന്റെ ഘടകങ്ങൾ രണ്ടു വസ്തുക്കളല്ല, അവ രണ്ടല്ല. അത് ഒരു സത്തയുടെ തന്നെ രണ്ട് പ്രദേശങ്ങളാണ്. അതായത് ഒന്നിന്റെ തന്നെ രണ്ട് മുഖങ്ങളാണ്. അപ്പൊ എനിക്ക് ഈ സൈഡ് കാണുമ്പോൾ എനിക്കൊരു കാഴ്ച ഉണ്ടാവും, ഇവിടുന്ന് കാണുമ്പോൾ ഒരു കാഴ്ച ഉണ്ടാവും. ഈ രണ്ട് കാഴ്ച പോലെയുള്ള രണ്ട് മുഖങ്ങളാണ് ഈ എന്റെ രണ്ട് പ്രദേശങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അപ്പോ
വ്യവസ്ഥയുടെ രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റികളല്ല, രണ്ട് വ്യത്യസ്ത സത്തകളല്ല എന്ന അവസ്ഥയിലാണ് വ്യവസ്ഥയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ഇവ തമ്മിലുള്ള ഈ ഏകീഭാവം ഉണ്ടാകുമ്പോഴാണ്, അതായത് വ്യവസ്ഥയുടെ ഈ രണ്ട് മുഖങ്ങളായ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഏകീഭാവം ഉണ്ടാകുമ്പോൾ അഥവാ സിനർജി ഉണ്ടാകുമ്പോഴാണ് ആ ഒരു വ്യവസ്ഥ തന്നെ രൂപപ്പെടുന്നത്. ആ സിനർജി വന്നിട്ടില്ലെങ്കിൽ വ്യവസ്ഥയില്ല. ഈ ഏകീഭാവം നഷ്ടമാകുന്ന അവസ്ഥയിൽ വ്യവസ്ഥയോട് അനുരൂപപ്പെടാത്ത അഥവാ പൊരുത്തമാകാത്ത ഘടകങ്ങൾ പ്രക്ഷുബ്ധത അഥവാ എൻട്രോപ്പിയായി മാറും. നമ്മളിപ്പോ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് വെള്ളത്തിന് ഒരു പ്രത്യേക നിലയുണ്ട്. ആ വെള്ളത്തോട് ചേർന്ന്, അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് ചേർന്ന്, വെള്ളത്തിന്റെ പാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണത അതിനുണ്ട്. പതുക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ചൂട് കൊടുത്തു കഴിയുമ്പോൾ, അടിയിൽ നിന്നും ചൂട് കൊടുത്തു കഴിയുമ്പോൾ വെള്ളത്തിന്റെ ആ തമ്മിലുള്ള പരസ്പര ബന്ധം, ആ ഗ്രാവിറ്റേഷൻ എന്നുള്ളതിന് അതീതമായിട്ട് അവിടെ ജലത്തിന്റെ തന്മാത്രകൾ പരസ്പരം ചലിച്ചു തുടങ്ങുകയും അവ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഒടുവിൽ അതിന്റെ ചലനവേഗം കൂടുകയും അത് തിളച്ചു മറിയുകയും ചെയ്യും. ഈ തിളച്ചു മറിയുന്നതാണ് നമ്മൾ ആ ടർബുലൻസ് എന്ന് പറയുന്നത്, പ്രക്ഷുബ്ധത എന്ന് പറയുന്നത്. ആ പ്രക്ഷുബ്ധത കുറച്ചുകൂടെ അധികരിച്ചാൽ ആ പ്രക്ഷുബ്ധത എന്നുള്ളത് വ്യവസ്ഥാ മാറ്റം തന്നെ ഉണ്ടായിട്ട്, വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അവസ്ഥാ മാറ്റം തന്നെയായിട്ട് അത് മാറി ഈ ജലം എന്നുള്ളത് നീരാവിയായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അപ്പോ അതുവരെ അത് സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. ചലനവേഗം കൂടി. അപ്പൊ ചലനവേഗം കൂടുന്ന സമയത്ത് ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം നഷ്ടപ്പെടുന്നു. ആദ്യം ഇവ തമ്മിലുള്ള പരസ്പരം ബന്ധം നഷ്ടപ്പെടുന്ന ഭാഗത്തിൽ തമ്മിൽ കൂട്ടിയിടികൾ ഉണ്ടാകാൻ തുടങ്ങി. അതാണ് പ്രക്ഷുബ്ധത എന്നുള്ളത്. ആ പ്രക്ഷുബ്ധതയുടെ പാരമ്യത്തിലാണ് അത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ശരിയായ രീതിയിലുള്ള വിഘടനത്തിന്റെ ഒരു അവസ്ഥ. എൻട്രോപ്പി വിഘടനമല്ല, അത് ശരിയായ പ്രക്ഷുബ്ധതയാണ്. ആ വിഘടനം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രക്ഷുബ്ധ അവസ്ഥയിലേക്ക് മാറുന്നത്. അങ്ങനെ പൊരുത്തമാകാത്ത വ്യവസ്ഥയെ ഈ പാത്രവുമായിട്ട് ജലവുമായിട്ട് ചേരാത്ത വ്യവസ്ഥ പുറന്തള്ളും. അതങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അത് തെർമോഡൈനാമിക്സ് വെച്ചിട്ട് നമ്മൾ ഈ എൻട്രോപ്പിയുടെ ഒരവസ്ഥ പറയുന്നു. ഇത് എല്ലാ വ്യവസ്ഥകളിലും ഇങ്ങനെ തന്നെ. തെർമോഡൈനാമിക്സിന്റെ ഡൈനാമിക്സ് പ്രകാരം, അതിന്റെ സിസ്റ്റമിക് ഡൈനാമിക്സ് പ്രകാരം ആ വ്യവസ്ഥയുടെ ഭാഗമായി ചലിക്കാൻ കഴിയാത്തവയെ ശരീരം എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ വ്യവസ്ഥ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ പുറന്തള്ളും. ഈ പുറന്തള്ളുമ്പോ അതിന് വ്യവസ്ഥയ്ക്ക് ഒരു ഭാഷാ സങ്കേതമുണ്ട്. വ്യവസ്ഥയുടെ വ്യാകരണത്തിൽ ഒരു ഭാഷാ സങ്കേതമാണ്. അതിനെ വേസ്റ്റ് എന്നാണ് കണക്കാക്കുക. ഒരു പാഴ്വസ്തുവിനെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പുറം തള്ളും, അല്ലെ? അപ്പോ പാഴെന്ന രീതിയിൽ വ്യവസ്ഥയെ പുറം പരിസരത്തേക്ക് അത് തള്ളുവിടും. അപ്പോ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്ന ഘടകം സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കാതെ പോയാൽ അത് അതിനെ പുറന്തള്ളും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള രീതിയിൽ അതിനെ പുറന്തള്ളും. ഇത് വ്യവസ്ഥയുടെ നിയമമാണ്. അപ്പോ അത് പാഴുന്നതിൽ വ്യവസ്ഥയുടെ പുറം പരിസരത്ത് പോയി വീഴുകയും ചെയ്യും. കുടുംബം എന്നത് വളരെ കുറച്ച് ഘടകങ്ങൾ മാത്രമുള്ള ഒരു വ്യവസ്ഥയായിരിക്കുമ്പോ അതിന്റെ കേന്ദ്രമോ സാരമോ മർമ്മമോ ആയ ഒരു ഘടകത്തെ പുറന്തള്ളിയാൽ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോ ആ വ്യവസ്ഥയിലെ ഒരാൾ ആ വ്യവസ്ഥയ്ക്ക് ചേരാത്ത ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിനെ ഭ്രഷ്ട് കൽപ്പിക്കുകയായിരുന്നു, പടിയടിച്ച് പിണ്ടം വെക്കുമായിരുന്നു. ഭ്രഷ്ട് കൽപ്പിക്കുന്ന സമയത്ത് ഈ വ്യവസ്ഥ ആ കുടുംബത്തിന്റെ പുറത്തായി. അയാൾക്ക് പിന്നെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിട്ട് കുടുംബത്തിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കാൻ, നല്ലത് കുടുംബത്തിന്റെ ഭാഗമായിരിക്കാനും കഴിയില്ല. കുടുംബത്തിനിട്ടൊന്നും സംഭവിക്കുകയുമില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയാണോ? അല്ല. ഇപ്പോ നമുക്ക് ന്യൂക്ലിയർ കുടുംബങ്ങളാണ്, അണുകുടുംബങ്ങളാണ്. അപ്പോ അണുകുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളാണുള്ളത്. സ്ത്രൈണതയും പൗരുഷവുമുള്ള രണ്ട് വ്യക്തികൾ. ഒരുപക്ഷെ സ്ത്രീയോ പുരുഷനോ എന്ന രീതിയിൽ തന്നെ നമുക്ക് അതിനെ എടുക്കാം. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണുള്ളത്. ഇവരാണ് ഇതിന്റെ കോർ. ഇവർ തമ്മിൽ ഒരു പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കട്ടെ. അപ്പൊ ഇതിൽ രണ്ടും കോറാണ്. സത്യത്തിൽ ഇത് രണ്ടും കോറാണ്. സ്ത്രീയോ പുരുഷനോ കോറാണ്. സ്ത്രൈണതയ്ക്കാണ് അതിന്റെ കോറിലെ മേൽക്കോയ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് രണ്ടും കോറായിട്ട് തന്നെ എടുക്കാം. പ്രാഥമികമായിട്ട് ഇതില് സ്ത്രൈണ പൗരുഷങ്ങൾ തിരിച്ചും മറിച്ചും വരാവുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇതിലൊന്ന് അതിന്റെ സാരമായിട്ടും ഒന്ന് പാഴായിട്ടും മാറുന്നു എന്നിരിക്കട്ടെ. ആ പാഴിനെ പുറന്തള്ളുക എന്നുള്ളത് ഈ സാരത്തിന്റെ പ്രത്യേകതയാണ്, ഘടകത്തിന്റെ പ്രത്യേകതയാണ്.
അതോടുകൂടി ആ കുടുംബം എന്നുള്ളത് തന്നെ ശിഥിലമാകും. അതിനെ പാഴിനെ പുറന്തള്ളിയാൽ ആ കുടുംബം തന്നെ ശിഥിലമാകും. അങ്ങനെ ശിഥിലമാകാതിരിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവര് പരസ്പരം ചേരാതെ നിൽക്കുമ്പോഴും ഒരാളെയും പുറന്തല്ലാതെ നിലനിൽക്കുക എന്നുള്ളൊരവസ്ഥ, കുടുംബം നിലനിർത്താനായിട്ട് ഇവര് സമ്പൂർണ്ണ പ്രക്ഷുബ്ധതയിൽ അതിന് നിലനിർത്തുന്ന ഒരവസ്ഥ നിലനിൽക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പലപ്പോഴും വർത്തമാന സമൂഹത്തിലെ കുടുംബങ്ങൾ പോകുന്നുണ്ട്. അതിൽ കൂടെയാണ് ആ വർത്തമാന സമൂഹത്തിലെ കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. ഈ പ്രക്ഷുബ്ധത നിലനിർത്തിക്കൊണ്ട്, അതായത് പൊട്ടാൻ പാകത്തിലുള്ള ഒരു ബോംബ്, ഇതിനെ റിസോൾവ് ചെയ്യാതെ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ബോംബ് പോലെ ഒരു സംഭവമായിട്ടാണ് ഈ കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. ഇത്തരം കുടുംബങ്ങളുടെ മൂലകേന്ദ്രം താനാണെന്ന് കരുതുന്ന സ്ത്രീക്കോ പുരുഷനോ അപരൻ എന്നത് പാഴായി തോന്നും. അതിന് ഞാനാണ് ഈ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്ന ആൾക്ക് മറ്റേ ആള് ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതിലൊന്നും ഇടപെടുന്നില്ല, അയാൾ ഇതിന്റെ വരുമാനത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള 100 ആരോപണങ്ങൾ കൊണ്ട് അയാൾ പാഴാണെന്ന് ഇതിന്റെ കേന്ദ്രമെന്ന് കരുതുന്നവർക്ക് തോന്നും. ചിലപ്പോൾ മറ്റേ ആൾക്ക് തിരിച്ചും തോന്നും. അപ്പോ ഒരാൾക്ക് കേന്ദ്രമാണെന്നും മറ്റേ പാഴാണെന്നും തോന്നുന്ന ഒരു അപരൻ അതിനകത്ത് ഉണ്ടായിത്തീരും. ചിലപ്പോൾ 2 അപരനെ ഉണ്ടാവും. രണ്ടുപേരും അങ്ങനെ കരുതി കഴിഞ്ഞാൽ 2 അപരനെ ഉണ്ടാവും. അങ്ങനെ പരസ്പരം ചേരാതെ പാഴും പേര് നടക്കുന്ന ഈ വിധം കുടുംബങ്ങളാണ് സമൂഹത്തിലുള്ളത്. നമ്മൾ ഈ കുട്ടികൾക്ക് ഡയപ്പർ കെട്ടിക്കൊടുക്കുമ്പോ അതെന്തിനാ ഡയപ്പർ കെട്ടുന്നത്? ഈ വേസ്റ്റ് വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ പീടുന്നുള്ളത് സ്വാഭാവികമാണ്. ആ ഡയപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാർദ്ധക്യമായവർക്ക് ആ ഡയപ്പറിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് എങ്ങും ചെതറിപ്പോവാതിരിക്കാനാണ് ഡയപ്പർ കെട്ടുന്നത്, ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാല് കുട്ടികളെയും അല്ലെങ്കിൽ വാർദ്ധക്യമായവരെയും ഡയപ്പർ കെട്ടിയിട്ട് അവിടെ ഇടും. അവര് ഇതും പേറി ഈ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ വേസ്റ്റും പേറി അവരങ്ങ് നടക്കും. കാരണം ഇവർക്ക്, കുട്ടികൾക്കോ വാർദ്ധക്യത്തിലുള്ളവർക്കോ ഈ ഡയപ്പർ കെട്ടുന്ന ആളുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള ബോധം, അതിനുള്ള ഒരു പാകം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അത് കെട്ടിക്കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് മലം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെയും തൂക്കി അവരങ്ങ് നടക്കുക. കുട്ടികളൊക്കെ വലിയ സ്നഗ്ഗിയൊക്കെ ഇട്ടിട്ട് അതിനെതിരെ നടക്കുന്ന സമയത്ത് അതിനകത്ത് പാഴ് നിൽക്കുന്നത് നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പോലും പറ്റും. എന്നാലും നമ്മളിത് ഒരു വലിയ ഭൂഷണമായിട്ട്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആധുനിക കാലത്തും വരുമാനത്തിന്റെ പേരിൽ, സാമൂഹ്യ അല്ലെ സമൂഹം എന്തു പറയും എന്നുള്ള പേരിൽ ഇങ്ങനെ പാഴായിട്ട് നടക്കുന്ന കുടുംബങ്ങളാണ് ചുറ്റുമുള്ളത്. പാഴും പേര് നടക്കുന്ന ഈ ഒരവസ്ഥ ശരിക്കും ദുരിതപൂർണമാണ്, ദുർഗന്ധപൂർണമാണ് ഈ അവസ്ഥ. അപ്പോ സാരമാകുന്നതും പാഴാകുന്നതുമായിട്ടുള്ള 2 അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഇവർക്കിടയിലുള്ള ആ ഹാർമണി നഷ്ടപ്പെടുമ്പോഴാണ് ഈ എൻട്രോപ്പി ഉണ്ടാകുന്നത്. ആ എൻട്രോപ്പി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവർക്കിടയിൽ ഹാർമണി ഉണ്ടാവണം. ഹാർമണി ഉണ്ടാവണമെങ്കിൽ സ്ത്രൈണ പൗരുഷങ്ങൾ പരസ്പര പൂരകങ്ങളാണ്. അവ ഒന്നിന്റെ തന്നെ 2 പ്രദേശങ്ങളാണെന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യണം. 2 ഘടകങ്ങളാണ്, 2 വേറിട്ട സത്തകളാണ്, 2 സ്വതന്ത്ര സത്തകളാണ്, 2 സമാനരാണ് എന്നുള്ള സങ്കല്പനങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് കുടുംബത്തെ അവരെ ആദരിക്കുന്നുണ്ടെങ്കിൽ അവർ പാഴും പേര് നടക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. കുടുംബത്തെ ആദരിക്കുന്നില്ലെങ്കിലോ അത് എൻട്രോപ്പി എന്നുള്ളൊരവസ്ഥയിൽ ഈ ഒന്നിനെ പുറന്തള്ളി മറ്റേത് അതിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങളെ പെർസിസ്റ്റ് ചെയ്യിപ്പിച്ച് അത് ശിഥിലമായി പോകും, കുടുംബം ശിഥിലമായി പോകും. അപ്പോ ആധിപത്യവും സ്വാതന്ത്ര്യവും എന്നുള്ള വിഷയത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ മർമ്മം അല്ലെങ്കിൽ സാരം എന്ന് പറയുന്നത്, കുടുംബത്തിന്റെ മർമ്മം അല്ലെങ്കിൽ സാരം എന്ന് പറയുന്നത്, പാഴെന്ന് പറയുന്ന 2 സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഈ ബോധ്യത്തിലായിരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.